ഓർമ്മ വെച്ചുകൊണ്ടുള്ള ആ കുട്ടിക്കാലം 5 വയസ്സ്, അതായത് 70 വയസ്സ് 75 വർഷം മുമ്പുള്ള അധ്യക്ഷനായിട്ട് ഗീതാ നെന്മിനി ബന്ധുജനങ്ങളെ പറ്റിയും കൂട്ടുകാരെ പറ്റിയും എല്ലാ സ്ഥലങ്ങളെ പറ്റിയും ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥകളെ പറ്റിയും മനോഹരമായി ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം വളരെ നല്ല ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നമുക്ക് ശരിക്കും ആസ്വദിച്ച് വായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണിത്. അത് ഏറ്റവും അധികം അത്ഭുതം തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചരിത്ര പുസ്തകമായിട്ട് തന്നെ പറയണം. ലക്ഷദ്വീപിൻ്റെ ചരിത്രം പഠിക്കുന്നവർക്ക് ഒരു റഫറൻസ് പുസ്തകമാണിത്. പ്രിയപ്പെട്ടവർ, അതിന് തന്നെ ഒരു ക്ഷമ ചോദിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ശബ്ദം വലിയ പ്രശ്നമായിട്ടിരിക്കുകയാണ്. 2 ദിവസം മുൻപ് ഒരു കാറ്റ് മാത്രമേ തൊണ്ടയിൽ പുറത്ത് വന്നിരുന്നുള്ളൂ. ഒരു സംസാരിക്കാവുന്ന ഒരു പരിപാടി പോലും ആയിരുന്നില്ല. എനിക്ക് വലിയ പേടിയില്ല ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലാണ് ഒരു 2 ആഴ്ച മുൻപ് ഇത്തരമൊരു പരിപാടിയെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നത്. പുസ്തക പ്രകാശനം എന്ന് കേട്ടപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് കൗതുകം തോന്നിയൊരു കാര്യം 93 വയസ്സുള്ള ഒരു മനുഷ്യൻ്റെ പുസ്തകം എന്നുള്ള ഒരു കാര്യമാണ്. അത് പ്രായം അങ്ങനെ എഴുത്തിലങ്ങനെ പ്രായമൊന്നുമില്ല. എന്നാൽ പോലും ഞാനത് വളരെ കൗതുകത്തോടു കൂടി തന്നെയാണ് ആ പുസ്തകം എങ്ങനെ ഇരിക്കും എന്നൊരു ആകാംക്ഷ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എൻ്റെ ഈ പുസ്തക പ്രകാശനത്തിന് വരണം. എൻ്റെ പറഞ്ഞാലും നൗഫലെ പറഞ്ഞാലും നമുക്ക് പറ്റില്ല എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ പ്രത്യേകിച്ച് നൗഫലായിട്ടൊരു വർഷങ്ങളായിട്ടുള്ളൊരു ആത്മബന്ധമുള്ള ആളാണ് ഞാൻ. നൗഫല് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നൗഫലിൻ്റെ ഒരു പുസ്തകം എന്ന് പറയുമ്പോൾ ആ പുസ്തകത്തെക്കുറിച്ച് എനിക്കൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ആ പ്രതീക്ഷ അസ്ഥാനത്തായില്ല എന്ന് ഈ പുസ്തകത്തിൻ്റെ ഓരോ പേജ് മറിക്കുമ്പോഴും ബോധ്യപ്പെടുകയായിരുന്നു. ഞാൻ എൻ്റെ അച്ഛന് 74 വയസ്സിലാണ് അച്ഛൻ മരണപ്പെടുന്നത്. കഴിഞ്ഞ വർഷമായിരുന്നു. എൻ്റെ അച്ഛനേക്കാൾ ഒരു 15 വയസ്സ് മുതിർന്ന ഒരു മനുഷ്യൻ്റെ പുസ്തക പ്രകാശനം അല്ലെങ്കിൽ പുസ്തകം എൻ്റെ കയ്യിലിരിക്കുന്ന സമയത്ത് ഇത്രയും ദീർഘമായിട്ടുള്ള അല്ലെങ്കിൽ സംഭവബഹുലമായിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ കേരളോർമ്മ കോളേജിലാണ് ഞാൻ 10 വർഷം പഠിപ്പിച്ചത്. ഇപ്പോൾ വിവേകാനന്ദ കോളേജിലേക്ക് മാറി. ഇപ്പം ഈ ലക്ഷദ്വീപിലെ കുട്ടികൾ ധാരാളം വന്ന് പഠിക്കുന്ന കോളേജാണ് കേരളോർമ്മ. അപ്പം ധാരാളം കുട്ടികളുടെ ലക്ഷദ്വീപ് ഓർമ്മകൾ. ഇപ്പം ഞങ്ങൾ ഈ വെക്കേഷൻ ഏപ്രിൽ മെയ് സമയത്ത് ലക്ഷദ്വീപിലേക്ക് ഒരു യാത്ര പോകാനായിട്ട് ആഗ്രഹിച്ച് അതിൻ്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ലക്ഷദ്വീപിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഭാഷ, സംസ്കാരം, സവിശേഷമായിട്ടുള്ള വിഭവങ്ങൾ കുട്ടികളൊക്കെ ലക്ഷദ്വീപിൽ പോയിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് കൊണ്ടുവരുന്ന ഇവിടെ ഒന്നും കിട്ടാത്ത തരത്തിലുള്ള ഈ പലഹാരങ്ങൾ, ലക്ഷദ്വീപിൻ്റെ പലഹാര രുചി ഒക്കെ ആയിട്ട് വളരെ അടുത്ത് പരിചയമുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ഈ പുസ്തകം ലക്ഷദ്വീപിനെ കുറിച്ചിട്ടുള്ള ഇപ്പോൾ നേരത്തെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഗീത മേഡം പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചരിത്ര പുസ്തകം കൂടിയാണ്. നമ്മളൊരു പുസ്തകത്തിലൂടെ ഒരു ഓർമ്മകൾ തന്നെ അല്ലെങ്കിൽ ഓർമ്മ പുസ്തകങ്ങൾ തന്നെ ആത്മകഥകൾ പലതരത്തിലുണ്ടല്ലോ. ഇപ്പോൾ വ്യക്തിഗതമായിട്ടുള്ള ഓർമ്മകളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ആത്മകഥകൾ ഉണ്ടായിരിക്കും. സാമൂഹികമായിട്ടുള്ള കുറെ കൂടി ഒരു ജനതയുടെ ഒരു സംസ്കാരം പേറുന്ന ചരിത്രം പേറുന്ന പുസ്തകങ്ങളുണ്ടായിരിക്കും. ഈ പുസ്തകത്തെ ഞാൻ 2ാമത്തെ ഗണത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇതൊരു ജനതയുടെ ലക്ഷദ്വീപിന്റെ ചരിത്രം. ഈ ഗ്രന്ഥകാരൻ ജനിക്കുന്നത് 1932 ജൂലൈ
ജൂലൈ 12 ഒരു വായിച്ച ഓർമ്മ, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഈ 32 എന്ന് പറയുമ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ചരിത്രത്തിൽ ഏറ്റവും സംഭവബഹുലമായിട്ടുള്ള ഒരു കാലം കൂടിയാണ്. നിരവധി സ്വാതന്ത്ര്യ സമരത്തിന് മുൻപുള്ള നിരവധി സമരങ്ങളുടെ കാലം, ജാതീയമായിട്ടുള്ള അനാചാരങ്ങൾക്കെതിരെ മനുഷ്യർ ഒന്നിച്ച് നിന്നതിൻ്റെ കാലം, അങ്ങനെയൊക്കെയുള്ള നിരവധി സംഭവങ്ങൾ ഒക്കെ അതിലൂടെ കടന്നു പോകുന്ന ഒരു നൂറ്റാണ്ടോളം അല്ലെങ്കിൽ ഏകദേശം ഒരു നൂറ്റാണ്ടിനകത്ത് തന്നെ ജീവിതത്തിനിടയിൽ അദ്ദേഹം കടന്നു പോന്നിട്ടുള്ള, നമ്മളൊക്കെ പുസ്തകത്തിൽ വായിച്ചറിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും രണ്ടാം ലോക മഹായുദ്ധകാലത്തും അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെയും ജീവിതം, ആ കാലഘട്ടത്തിലെ ഓർമ്മകൾ, ഒരേ സമയം തന്നെ ഇത് ഈ പുസ്തകത്തിന്റെ ഒരു ആദ്യത്തെ 100 പേജോളം എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഒരു ഉൾനാടൻ പ്രദേശമായിട്ടുള്ള പമ്പയുടെ ഒക്കെ തീരത്ത് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ മനുഷ്യരുടെ ജീവിതം, ആ കാലഘട്ടത്തിലെ വളരെ സൂക്ഷ്മമായിട്ട് ഉള്ളൊരു നിരീക്ഷണ പാഠവും ഈ പുസ്തകത്തിലുണ്ട്. വളരെ സൂക്ഷ്മമായിട്ടാണ് മനുഷ്യരെ എങ്ങനെയാണ് ഇത്ര സൂക്ഷ്മമായിട്ട് ഓർക്കുന്നത്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ജീവിതം. അപ്പൊ എനിക്ക് കൗതുകം തോന്നിയൊരു കാര്യം, നമ്മൾ ഈ തമാശ എന്ന് പറയുന്നത് നമ്മളെടുത്ത് വളരെ സ്വാഭാവികമായിട്ടൊരു ഒഴുക്കോട് കൂടിയിട്ട് പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മളെ ചിലപ്പോൾ ചിരിപ്പിച്ച് കളയും. എനിക്കൊരു ഓർമ്മ വരുന്നൊരു കാര്യം, ഇതില് ജാതകം എഴുതുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ജാതകം എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞ ആ സന്ദർഭത്തില് ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ജാതകം എഴുതുന്ന കാര്യത്തില് വിയോജിപ്പുള്ള ആളുകളെ കുടുംബാംഗങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരറിയാതെ ജാതകം എഴുതിയിരിക്കുകയും അതറിഞ്ഞ സമയത്ത് വലിയമ്മച്ചി ആത്മഹത്യ ചെയ്യാനായിട്ട് കുളത്തിലേക്കോ മറ്റോ ഓടുന്നതും, പിന്നെ അടുത്ത വാചകമാണ് ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്ന സമയത്തും തലയിൽ മഴ നനയാതിരിക്കാനായിട്ട് പാള പിടിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്ത് ചിരിച്ചൊരു കാര്യമാണ്. വളരെ കൗതുകം തോന്നി. കാരണം എന്ത് മനോഹരമായിട്ടാണ് എന്നാ ഒരു തരത്തിലും അവരുടെ ആത്മഹത്യയെ ശ്രമത്തെയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെയോ ഒന്നും പരാമർശിച്ചു പോകാതെ ഒറ്റ വാക്കുകൊണ്ട് എത്ര സമർത്ഥമായിട്ടാണ് അതിലൊരു നർമ്മത്തിന്റെ ഒരു അസാധ്യമായിട്ടുള്ള ഒരു പാഠം ഈ പുസ്തകത്തില് പല സന്ദർഭങ്ങളിലും കണ്ടു. അതോടൊപ്പം തന്നെ വളരെ ഗൗരവമുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതത്തെ കുറിച്ച്, ഇപ്പൊ കേരളത്തിലൊക്കെ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ആ കുട്ടിക്കാലത്തെ ഓർമ്മകളില് ഒരു സ്ത്രീയുടെ ജീവിതത്തെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ അത് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. നമ്മളൊക്കെ പലപ്പോഴും സ്ത്രീയുടെ അധ്വാനം അദൃശ്യമാണ്. പ്രത്യേകിച്ച് കുടുംബത്തിലെ സ്ത്രീകൾ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കേണ്ടത് എന്നൊരു ബോധ്യത്തിലൂടെയാണ് നമ്മൾ വളരുന്നത്. സ്ത്രീകൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ പണിയാണ് ഇതെല്ലാം എന്ന് ശീലിപ്പിച്ച ഈ വനിതാ ദിനത്തിന് മാത്രം ചില എന്താ പറയാ പരിഗണനകൾ മാത്രം കൊടുക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാലത്ത് പലപ്പോഴും ഒരു സ്ത്രീയുടെ അധ്വാനത്തെ, കുടുംബത്തിനകത്തെ ഒരു സ്ത്രീയുടെ അധ്വാനത്തെ കൃത്യമായിട്ട് അറിയുന്ന ഒരു മനുഷ്യനെ ഈ പുസ്തകത്തിലൂടെ നമുക്ക് വായിച്ചറിയാനായിട്ട് സാധിച്ചു. എങ്ങനെയൊക്കെയാണ് രാവിലെ ഫാറ്റൂരിന്റെ സംക്രമണം എന്നുള്ള കവിതയിൽ പറയുന്നുണ്ട്, ഉറങ്ങാറുണ്ടാവില്ല അവളോളം വൈകി ഒരൊറ്റ നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. സ്ത്രീയെ കുറിച്ചാണ്. ഉറങ്ങാറുണ്ടാവില്ല അവളോളം വൈകി ഒരൊറ്റ നക്ഷത്രവും ഉണർന്നിട്ടില്ല അവളേക്കാൾ നേരത്തെ ഒരൊറ്റ സൂര്യനും എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ നിരന്തരമായിട്ടുള്ള അധ്വാനത്തെ ആ വരികളിൽ സ്വാംശീകരിച്ചിട്ടുണ്ട് ആറ്റൂര്. മാധവിയുടെ കോലാടില് പറയുന്നുണ്ട് ഇങ്ങനെയാണ് കുടുംബത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിതം. അമ്മേ നിങ്ങളെ കണ്ടാൽ ഒരു കോലാടിനെ പോലെ ഉണ്ട് എന്ന് തമാശക്കാരനായിട്ടുള്ള മൂത്ത മകൻ ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന കോലാടില് ഏറ്റവും അവസാനം കോലാട് ഈ മഞ്ഞപ്പിത്തം പിടിപെട്ട് മഞ്ഞക്കമല പിടിപെട്ട് ആശുപത്രി കിടക്കയില് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന സമയത്ത് അവൾ ഉറക്കെ പറഞ്ഞു, അയ്യോ അടുക്കളയിൽ പരിപ്പ് കരിയുണ്ടെന്ന് തോന്നുന്നു എന്ന് ഒരു വാചകത്തിലാണ് കോലാട് അവസാനിക്കുന്നത്. എങ്ങനെയാണ് കുടുംബം അല്ലെങ്കിൽ അടുക്കള സ്ത്രീയുടെ ചിന്തകളെ, ഓർമ്മയെ പോലും അബോധാവസ്ഥയിൽ പോലും
അടുക്കളയെക്കുറിച്ച് ചിന്തിക്കുന്ന, സ്ത്രീയായിട്ട് ആരും ജനിക്കുന്നില്ല, പരിസ്ഥിതികളിലൂടെ അങ്ങനെ പാകപ്പെടുകയാണ് എന്ന സിമോൺ ദി ബുവാറിന്റെ ആ തത്വശാസ്ത്രത്തെക്കാളും കൃത്യമായിട്ട് എന്നെ ആ കാര്യം ഓർമ്മിപ്പിച്ചിട്ടുള്ളത് മാധവിക്കുട്ടിയുടെ ഈ കോലാട് എന്ന കഥയാണ്. അപ്പൊ കോലാടിനെ പോലെയുള്ള പെണ്ണുങ്ങളെ കുറിച്ച്, അവരെ കുറിച്ചൊക്കെ ഈ ഓർമ്മ പുസ്തകത്തിൽ അവരെ ഓർക്കുന്നു, അവരെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. വളരെ സൂക്ഷ്മമായിട്ട് സ്ത്രീയുടെ ജീവിതത്തെ നിരീക്ഷിച്ചിട്ടുള്ള ഒരാൾ. എന്താണ്, ഒളപ്പമണ്ണയുടെ ഒരു കവിതയുണ്ട്, ചന്ദനം എന്ന പേര്. ആ കവിതയിൽ ഭാര്യ അമ്മിയിൽ അരക്കുകയാണ്. അപ്പോൾ ഭർത്താവ് അടുത്ത് നിന്ന് ചന്ദനകുറി ഒക്കെ തൊട്ട് നിന്ന് കുളിച്ച് കുട്ടപ്പനായിട്ട് നിന്നിട്ട് അമ്മിയിൽ അരയ്ക്കുന്ന ഭാര്യയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, അവളുടെ പൊട്ട് നെറുകയിൽ നിന്ന് മൂക്കിൻ്റെ തുമ്പിലേക്ക് വന്ന് പൊട്ടിൻ്റെ സിന്ദൂരത്തരിയൊക്കെ താഴേക്ക് വന്ന് വീഴുന്നുണ്ട്. അപ്പം അധ്വാനമാണ്, അവളുടെ അധ്വാനം കണ്ട് അയാൾ ഭയങ്കര അഭിമാനം തോന്നുകയാണ്. തനിക്ക് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ജോലി എടുക്കുന്നുണ്ടല്ലോ ഭാര്യ. അപ്പോൾ ഈ ഭർത്താവ് ഭാര്യയോട് പറയാണ്, ശ്രീദേവി നീ തൊടും പൊട്ടിങ്ങനെ, തൊണ്ട പ്രശ്നമാണ്, അല്ലെങ്കിലൊക്കെ മനോഹരമായിട്ട് പാടുമായിരുന്നു നിങ്ങൾ വിചാരിച്ചോളണം. നീ തൊടും പൊട്ടിങ്ങനെ വിയർപ്പിൽ കുതിരുമ്പോൾ ശ്രീദേവി സഹജീവിയായ ഞാൻ അസൂയാലു എന്ന് പറയുന്നുണ്ട്. നിന്റെ പൊട്ട് ഇങ്ങനെ വിയർപ്പിൽ കുതിർന്ന് താഴേക്ക് വീഴുമ്പോൾ സഹജീവിയായിട്ടുള്ള എനിക്ക് അസൂയ തോന്നുന്നു. രണ്ടാമത്തെ വരിയാണ്, നിന്റെ കണ്ണെത്താത്തേടം നിന്റെ കൈയെത്താത്തേടം നീയാകെ എത്താത്തേടം ഇല്ല എൻ കുടുംബത്തിൽ. നിന്റെ കണ്ണെത്താത്ത ഇടങ്ങൾ, നിന്റെ കയ്യെത്താത്ത ഇടങ്ങൾ, നീ ആകെ എത്താത്ത ഇടങ്ങൾ എൻ്റെ കുടുംബത്തിൽ. അപ്പോൾ കുടുംബം എൻ്റെ ആണെന്ന് ഓർക്കണം, എൻ്റെ കുടുംബത്തിലില്ല. ആ കുടുംബം നീ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോവുക എന്ന് ഓർത്ത് വ്യാജ സ്തുതികൾ കൊണ്ട് സ്ത്രീയെ അടയാളപ്പെടുത്തുന്ന നിരവധി കവിതകൾ, നിരവധി കഥകൾ മലയാളത്തിലുണ്ട്. പക്ഷെ ഒരു ഓർമ്മ പുസ്തകത്തിൽ ഒരു പെൺ ജീവിതത്തെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി, വളരെ കൃത്യതയോടുകൂടി അടയാളപ്പെടുത്തുന്നത് വലിയ, പ്രത്യേകിച്ചും 93 വയസ്സുന്ന ഒരു 9 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയിട്ടുള്ളൊരു മനുഷ്യൻ അങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് വലിയ കാര്യങ്ങളൊക്കെ പലതും ചെയ്തു കൊടുക്കും. നമുക്ക് സമ്പന്നരാണെങ്കിൽ പ്രത്യേകിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്ക് അവരുടെ ജീവിതം സുഖകരമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ യത്നങ്ങളും ചെയ്യുന്ന മക്കളുണ്ട്, അല്ലാത്തവരുണ്ട്. പക്ഷേ ഇത്ര സാർത്ഥകമായിട്ട് ഒരു അച്ഛന് അല്ലെങ്കിൽ മക്കളും അല്ലെങ്കിൽ പേരമക്കളും എല്ലാവരും ചേർന്ന് കൊടുക്കുന്ന ഒരു ഉപഹാരമായി തന്നെയാണ്. അല്ലെങ്കിൽ ഈ പുസ്തകം ഒരു 10 വർഷം മുൻപ് 2011 10 വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലീഷിൽ പുറത്തിറക്കിയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ മലയാള പതിപ്പ് കൂടി വേണം. കൂടുതൽ ആളുകളിലേക്ക് അത് എത്തണമെന്ന ചിന്ത, ആ ചിന്തയെ ഞാൻ നമസ്കരിക്കുകയാണ്. കാരണം ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സമ്മാനമാണ്, അച്ഛന് കൊടുക്കാവുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സമ്മാനം. മക്കളും ഇതിൻ്റെ കവർ ചിത്രം വളരെ മനോഹരമായിട്ടുണ്ട്. അതിൽ വരച്ചത് പേരക്കുട്ടിയാണെന്ന് പറഞ്ഞത് ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മനോഹരമായി. അല്ല, ഓരോ അങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ എത്ര പ്രത്യേകിച്ചും കുടുംബത്തിൽ ഈ ലിംഗനീതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പുറത്ത് അല്ലെങ്കിൽ ഒരു മുതിർന്ന മനുഷ്യർക്ക് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ വേണ്ടത്ര പരിഗണന കൊടുക്കാറില്ല. അവർ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പത്രം വായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവർ ചോദിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും അത് മറുപടി കൊടുക്കാൻ പോലും മടിക്കുന്ന ഒരു തലമുറയാണ്. അപ്പോൾ ഒരു മുത്തച്ഛന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പുസ്തകത്തിന് വേണ്ടിയിട്ട് ഇത്രയും മനോഹരമായിട്ടൊരു കവർ ചിത്രം ഒരുക്കി കൊടുക്കുക, അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ നിങ്ങളുടെ ഒരു ഓടി നടക്കൽ, ഒരു ആകാംക്ഷ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായാൽ പോലും മക്കൾ 2 പേരാണെന്ന്, പെൺമക്കൾ 2 പേരുണ്ട്, മകനുണ്ട്. ഇവരൊക്കെ ഈ പുസ്തകത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ഊർജം മുഴുവൻ വിനിയോഗിക്കുന്നു എന്നുള്ളത് എത്ര മനോഹരമായിട്ടാണ് പരിഗണിക്കുന്നത്. മനുഷ്യരെ പരിഗണിക്കുക എന്നുള്ളത് വലിയ കഴിവാണ്. ആ കഴിവുള്ള മക്കളെ, ആ കഴിവുള്ള പേരക്കുട്ടികളെ ഒക്കെ ഈ ലോകത്തിന് കൊടുത്തിട്ടുള്ളതിന് ഞാൻ ശ്രീ ജോർജ് വർഗീസിനോട് നന്ദി, സ്നേഹം അറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അരുളും അൻപും അനുകമ്പയുള്ള മനുഷ്യരായിട്ട് തീരാനാണ് ശ്രീനാരായണ ഗുരു അനുകമ്പാദശകത്തിൽ എത്രയോ വർഷം മുൻപേ പറഞ്ഞിട്ടുള്ളത്. അരുളുള്ളവനാണ് ജീവി
ഉരുവിട്ടിയിടുക ഈ നവാക്ഷരി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അരുള്, ഈ അരുള് എന്ന് പറയുന്നത് അരുൾ അൻപനുകമ്പ മൂന്നിനും പൊരുൾ ഒന്നാണ്, ഇത് ജീവധാരകം എന്നാണ്. അരുളും അൻപും അനുകമ്പയുമുള്ള കുറെ മനുഷ്യർ, അവരെ കണ്ടുമുട്ടാനുള്ള ഒരു അവസരം ഈ പുസ്തകം ഒരുക്കി തന്നതിന് ഞാൻ നന്ദി പറയുകയാണ്. അത്തരം ഒരു ചടങ്ങിലേക്ക് എന്നെ വിളിച്ചതിന് ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഓർമ്മകൾ അത് പകർത്തി എഴുതാനാവാം. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഒക്കെ നമ്മൾ പ്രായമായി വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ആ ഓർമ്മകൾ പകർത്തി എഴുതാനും ഒക്കെ മക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇനിയും പുസ്തകങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പുസ്തകം ഒരുപാട് പേരിലേക്ക് എത്തട്ടെ, വായിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് നന്ദി പറയുന്നു. എൻ്റെ സംസാരം ഞാൻ ചുരുക്കുകയാണ്, കാരണം കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനല്ല, വോയിസ് ലിസ്റ്റൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഈ പുസ്തകത്തിൻ്റെ ചർച്ചയിലോ മറ്റോ ഏതെങ്കിലും ഒരു കാലത്ത് പങ്കെടുക്കാൻ സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. നമസ്കാരം. ഓർമ്മകൾക്ക് വ്യത്യസ്തങ്ങളായ ചില തലങ്ങളുണ്ട്. രാഷ്ട്രീയവും ദാർശനികവുമായ ചില തലങ്ങൾ. കാലം ഹൃദയത്തിലിട്ട ഓർമ്മകളുടെ ഒരു രാഷ്ട്രീയ തലം ഏതാനും മാസങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ വിഖ്യാത എഴുത്തുകാരനായ മിലാൻ കുന്ദേര പറഞ്ഞിട്ടുണ്ട്. അധികാരത്തിനെതിരെയുള്ള മനുഷ്യൻ്റെ സമരം മറവിക്കെതിരെയുള്ള ഓർമ്മകളുടെ നിരന്തര സമരമാണ് എന്ന്. ഓർമ്മകളുള്ള ഒരു ജനതയുടെ തൊലിക്ക് താഴെ കലാപം മുഷ്ടി ചുരുട്ടി നിൽപ്പുണ്ടെന്ന് ഹൊവാർഡ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജോർജ് വർഗീസ് സാറിൻ്റെ ഈ പുസ്തകം ഓർമ്മകൾ കേവലം തലച്ചോറിൽ സംഭൃതമായ ലിപികൾ മാത്രമല്ല, അത് പിറക്കുവാനിരിക്കുന്ന നാളെയുടെ ഇന്ധനം കൂടിയാണ് എന്നുള്ളതാണ്. ഓർമ്മകൾ കാലത്തിലേക്ക് തിരിഞ്ഞൊഴുകുന്ന പുഴകളാണ് എന്ന് ഈ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ പുസ്തകത്തിൽ അദ്ദേഹം ഓർമ്മകളെക്കുറിച്ച് വളരെ മൗലികമായൊരു നിരീക്ഷണം പങ്കുവച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്. പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, മനുഷ്യൻ മാത്രമല്ല, ജീവനുള്ളതും ഇല്ലാത്തതുമായ അനേകം വസ്തുക്കൾ കൂടി നിറയുന്നതാണ് നമ്മുടെ ഓർമ്മകൾ. ഇവിടെ ഓർമ്മകളെ വൈയക്തിക തലത്തിൽ നിന്ന് ദേശത്തിലേക്ക്, പ്രകൃതിയിലേക്ക് പരിണമിപ്പിച്ച അത്ഭുതകരമായ ഒരു രസതന്ത്രമാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. എല്ലാറ്റിലും ഉപരിയായി ഒരു വ്യക്തിയുടെ ജീവിതം സമൂഹത്തിൻ്റെ ജീവചരിത്രമായി പരിണമിച്ചതിനെ കുറിച്ച് മുൻപ് എം.എൻ. വിജയൻ മാഷ് എന്ന ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജോർജ് വർഗീസ് സാറിൻ്റെ ജീവിതം ഒരു ദേശത്തിൻ്റെ ജീവിതമായി, ഒരു സമൂഹത്തിൻ്റെ ചരിത്രമായി പരിണമിച്ചു ഈ പുസ്തകത്തിൽ എന്നുള്ളതാണ്. ഈ പുസ്തകത്തിന് ഞാൻ ടീച്ചർ പറഞ്ഞതിന് അനുബന്ധമായ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതേ ഉള്ളൂ. ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് കേരളീയ ജീവിത ഭൂപടത്തിന്റെ, സ്വാതന്ത്ര്യപൂർവ കേരളത്തിന്റെ ജീവിതത്തിന്റെ ഒരു പരിച്ഛേദമാണ് എന്നുള്ളതാണ്. ഇവിടെ മുതിർന്ന പൗരന്മാരാണ് ഇരിക്കുന്നത്. പക്ഷേ പുതിയ തലമുറകൾ അറിയേണ്ട ഒരു കാര്യം അദ്ദേഹം ഒരിടത്ത് എഴുതിയിട്ടുണ്ട്, ചെരുപ്പുകൾ അക്കാലത്ത് കാണാനില്ലായിരുന്നു, അതുപയോഗിക്കുന്നവർ അത്യപൂർവമായിരുന്നു. ഞാൻ ആദ്യമായി ചെരുപ്പിട്ടത് കോളേജിൽ ചേർന്നതിന് ശേഷമായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് അചിന്തനീയമായ ഒരു കാര്യമാണത്. മറ്റൊന്ന്, കേരളീയ ജീവിതം ടീച്ചറെ സൂചിപ്പിച്ചു, നവോത്ഥാന കേരളത്തിന്റെ ചില അംശങ്ങൾ. അദ്ദേഹം പമ്പയാറിന്റെ തീരത്ത് പിറന്ന, മാരാമൺ കൺവെൻഷന്, ശബരിമല, മതാതീതമായ ഈ മാനവികതയ്ക്ക് നടുവിൽ പിറന്ന അദ്ദേഹം അമ്മ വീട്ടിലേക്കുള്ള യാത്രയിൽ ഒരു ദിവസം, അന്ന് ജാതീയമായ ഭേദാവിത്വം, ഒരു നായർ പ്രമാണി ഷാപ്പിൽ നിന്ന് മദ്യപിച്ച് ഉന്മത്തനായി അദ്ദേഹത്തിന്റെ മുൻപിലേക്ക്, ആ ഗ്രാമത്തിൽ അപരിചിതനായതിനാൽ നീ ആരടാ, വഴിമാറി പോകടാ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോ ചെറുപ്പസഹജമായ ആത്മധൈര്യം കൊണ്ട്
ആ ഭീഷണിയെ തൃണവൽഗണിച്ചുകൊണ്ട് ആ മനുഷ്യനുമായി ഒരു സംഘർഷം ഉടലെടുത്തു. ഒടുവിൽ ഇത് നായർ സമുദായവും ക്രൈസ്തവ സമുദായവും തമ്മിലുള്ള ഒരു വർഗീയ സംഘർഷത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരു ഘട്ടത്തിൽ അവിടെ സംഭവിച്ചത് എന്താണെന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ കാതുകളിലേക്ക് ഇട്ടുകയാണ്. ചില സമുദായ നേതാക്കന്മാരുടെ തക്ക സമയത്തുള്ള ഇടപെടൽ കൊണ്ട് ഭീകരമായ ഒരു മതസംഘർഷം ഒഴിവായി എന്നാണ് അന്നത്തെ മതാതീതമായ മാനവികത. ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കൽ 1980കളുടെ ഉത്തരാർദ്ധത്തിൽ ഈ എറണാകുളത്ത് തീവണ്ടിക്ക് മുൻപിൽ ഒരു ചെറുപ്പക്കാരൻ തലവെച്ച് ആത്മഹത്യ ചെയ്തു. അവന്റെ പേര് സുബ്രഹ്മണ്യദാസ് എന്നായിരുന്നു. 23 വയസ്സാണ് ഉണ്ടായിരുന്നത്. നന്നായി ചിത്രം വരയ്ക്കുന്ന തോക്കിൻ കുഴലിലൂടെ വസന്തത്തിന്റെ വിപ്ലവം ഈ രാജ്യത്ത് വരുമെന്ന് വ്യാമോഹിച്ച അവൻ ചോര കൊണ്ട് ചിന്നിച്ചിതറിയ അവന്റെ ശരീരത്തിന്റെ ഇടത്തെ പോക്കറ്റിൽ ഒരു തുണ്ട് കടലാസിൽ ഒരൊറ്റ വരിയിൽ ഒരു ആത്മഹത്യാ കുറിപ്പുണ്ടായിരുന്നു. വരി ഇങ്ങനെയാണ്: കേരളം ഒരു തോറ്റ ജനതയാണ്. പക്ഷെ അന്ന് അതിന്റെ പൊരുൾ ആർക്കും മനസ്സിലായില്ല. കാരണം വികസിത രാജ്യങ്ങളുടെ ജീവിത ഭൂപടമുള്ള കേരളം എങ്ങനെയാണ് തോറ്റ ജനതയാകുന്നത്? എന്നാൽ ഇന്ന് നിങ്ങൾ കൺതുറന്നു നോക്കൂ. ജാതീയവാദത്തിലേക്ക്, സാമുദായികതയിലേക്ക്, വർഗീയതയിലേക്ക് കേരളം തിരിച്ചു പോകുമ്പോഴാണ് അന്ന് ആദരണീയനായ മനുഷ്യൻ എഴുതിയത് സമുദായ നേതാക്കൾ തമ്മിലുള്ള ഇടപെടൽ കൊണ്ട് ഒരാശയ സംഘർഷം അവിടെ ഒഴിവായി എന്നുള്ളത്. ഞാൻ അന്നത്തെ ഞാൻ വിഷയത്തിൽ വ്യതിചലിക്കൽ അന്നത്തെ കേരളീയ ജീവിതത്തിന്റെ ഭൂപടം, 2ാം ലോക മഹായുദ്ധം, നമ്മുടെ തലമുറയ്ക്ക് സ്വപ്നം, യുദ്ധത്തിന്റെ ദുരന്തങ്ങൾ നമ്മൾ അതിജീവിച്ചിട്ടില്ല. അന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയതാണ്. 2ാം ലോക മഹായുദ്ധകാലം ദൗർലഭ്യത്തിന്റെ കാലമായിരുന്നു. യുദ്ധകാലത്ത് ആഹാര സാധനങ്ങളുടെ ദൗർലഭ്യം കാരണം ജനങ്ങൾ പയറിന്റെ ഇലയും വാഴപ്പിണ്ടിയും മരങ്ങളുടെ കുരുവും മടലും കഴിക്കാൻ തുടങ്ങി. പല പുതിയ ആഹാരശീലങ്ങൾക്കും ഈ ഘട്ടം മലയാളികൾക്കിടയിൽ തുടക്കം കുറിച്ചു എന്ന് പറയുന്നതാണ് ശരി. അതായത് കേരളീയ സാമൂഹിക ജീവിതത്തിന്റെ പരിണാമഘട്ടങ്ങളെ ഒരു ചരിത്രകാരന്റെ, ക്രാന്തദർശിയായ ഒരു ചരിത്രകാരന്റെ അഗാധമായ നിരീക്ഷണ പാടവത്തോടു കൂടി ഈ പുസ്തകത്തിൽ അദ്ദേഹം കോറിയിട്ടിട്ടുണ്ട്. പിന്നീട് ഒരു കൊല്ലം ജില്ലക്കാരൻ എന്നുള്ള നിലയിൽ കഴിഞ്ഞ പ്രളയം വന്ന് സർവ്വതും കുത്തിയൊലിച്ചു പോയപ്പോ കേരളത്തെ അതിജീവനത്തിന്റെ തീരങ്ങളിലേക്ക് നയിക്കാൻ നീണ്ടകരയിൽ നിന്ന് പുറപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണെന്നുണ്ടെങ്കിൽ നീണ്ടകര എന്ന കേരളത്തിലെ ഇന്ന് ഏറ്റവും സമ്പൽ സമൃദ്ധമായ തുറമുഖത്തിന് അസ്ഥിവാരമിട്ടത് ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റിന്റെ ഭാഗമായി ഈ മനുഷ്യനായിരുന്നു. നീണ്ടകര തുറമുഖത്തിന് നാന്ദിമൊഴി ചമച്ചത് അദ്ദേഹം. എന്റെ കായലിനെ കുറിച്ച് ആകാശ നീലിമയിൽ നിന്ന് താമരയിലയിൽ ഇറ്റു വീണ തുള്ളിയാണ് അഷ്ടമുടിക്കായൽ എന്ന് പറഞ്ഞ തിരുനെല്ലൂർ കരുണാകരൻ കവി പറഞ്ഞ ആ കായലിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ കായലുകളെയും അപേക്ഷിച്ച് അഷ്ടമുടിക്കായലാണ് മനോഹരം. ഒരു കൊല്ലം ജില്ലക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഇതിനപ്പുറം എന്തഭിമാനിക്കാം? ഇനി അദ്ദേഹവും ഗാന്ധിജിയുമായി സമരസപ്പെടുന്ന ഞാൻ ഈ മനുഷ്യന്റെ മാനവികതയെ 3 പതിറ്റാണ്ടോളം ലക്ഷദ്വീപ് അദ്ദേഹത്തെ ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ ഭാഗമാക്കിയത് എന്താണെന്ന് ഞാൻ ഗാന്ധിജിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ച നിരീക്ഷണം ഇതാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. ശ്രദ്ധയോടെ കാതോർക്കൂ. മനുഷ്യപ്പറ്റോടെ മാത്രമേ നിയമങ്ങൾ നടപ്പിലാക്കാവൂ എന്ന് അവിടുത്തെ ജീവിതം എന്നെ പഠിപ്പിച്ചു. ഇവിടുത്തെ നീണ്ടകരയിലെ ദരിദ്രരായ മത്സ്യത്തൊഴിലാളികൾക്കിടയിലെ ജീവിതം. തുടർന്ന് അദ്ദേഹം എഴുതുന്നു, സാധു മനുഷ്യരുടെ ജീവിതങ്ങളിലായിരുന്നു ഏറെയും ഇടപെടേണ്ടി ഇരുന്നത്. മാനുഷികമായല്ലാതെ വ്യാഖ്യാനം ചെയ്യുന്ന നിയമങ്ങളും ഉദ്യോഗസ്ഥരും അത്തരം ഇടങ്ങളിലെ മനുഷ്യരുടെ ജീവിതത്തെയും തൊഴിലിനെയും ദുരിതപൂർണമാക്കും. ഈ ശ്രദ്ധ എനിക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു എന്ന്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരത്തോടടുത്ത കാലത്ത് ഗാന്ധിജിയെ കാണാൻ അന്ന് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൺ പ്രഭു ചെന്നു. അപ്പൊ ഗാന്ധിജി ആ സമയത്ത്
ഈ വാർത്താശ്രമത്തിന് ചുറ്റുമുള്ള ദളിത മുസ്ലിം കോളനികളിൽ ജനങ്ങളുടെ ആകുലതകൾക്ക് പരിഹാരം കാണാൻ, അവരുടെ കണ്ണീര് ശമിപ്പിക്കാൻ വേണ്ടി ബാപ്പുജി ആ തെരുവുകളിലെല്ലാം നടക്കുകയായിരുന്നു. വളരെ വൈകിയാണ് ഗാന്ധിജി വാർത്താശ്രമത്തിലേക്ക് എത്തിയത്. അപ്പൊ മൗണ്ട് ബാറ്റൺ പ്രഭു പറഞ്ഞു, ബാപ്പുജി, ഞാൻ എത്ര നേരമായി അങ്ങയെ കാത്തിരിക്കുന്നു, ഞാൻ ഇന്ത്യയുടെ വൈസ്രോയിയാണ്. ഇപ്പൊ ഗാന്ധിജി പറഞ്ഞ മറുപടി, മിസ്റ്റർ മൗണ്ട് ബാറ്റൺ പ്രഭു, നിങ്ങൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരിക്കാം, പക്ഷെ ഇന്ത്യ എന്ന് പറയുന്നത് അവരുടേതാണ്. അന്ത്യജൻ, അവസാനത്തെ മനുഷ്യൻ. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ആ ദരിദ്ര മനുഷ്യന്റെ മുഖത്തിന്റെ കണ്ണീരൊപ്പിയെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യം പൂർണ്ണമാവുകയുള്ളൂ എന്ന് പറഞ്ഞ ഗാന്ധിജിയൻ ദർശനത്തോട് സാധ്യമുണ്ട് ഈ മനുഷ്യൻ പറഞ്ഞത്. കാരണം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഏറ്റവും ദരിദ്രരായ മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരൊപ്പണം, അവിടെ നിയമത്തിനപ്പുറം മാനുഷികതയാണ് എന്ന് കൂറിയിട്ട് ഈ മനുഷ്യൻ ഗാന്ധിജിയിലേക്ക് അടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. മറ്റൊന്ന്, രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ലക്ഷദ്വീപിനെ കുറിച്ചാണ്. ഒരൊറ്റ വരിയിൽ ലക്ഷദ്വീപിനെ അദ്ദേഹം കോറിയിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: അക്ഷരാർത്ഥത്തിൽ പവിഴപ്പാറയിൽ പണിതിട്ടുള്ള ഒരു പവിഴ ദ്വീപാണ് ലക്ഷദ്വീപ്. ഇനി നിങ്ങൾ ഈ ലക്ഷദ്വീപിന്റെ വികസനത്തെ കുറിച്ച് അദ്ദേഹം ഒരൊറ്റ വരി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വാർത്ത അവിടെ എത്തിയത് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി, പക്ഷെ അവിടെ എത്തിയത് 1947 ഒക്ടോബർ മാസത്തിലാണ്. ആ ഒരൊറ്റ വരി കൊണ്ട് തന്നെ ലക്ഷദ്വീപിന്റെ പ്രാകൃതമായ പിന്നോക്കാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. ഇനി അദ്ദേഹം അവിടെ ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങളിലേക്കല്ല, കവരത്തിയിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്ന സ്പോർട്സ് സ്റ്റേഡിയം, അതിനപ്പുറം ഇവിടെ നിയമജ്ഞരുണ്ട്. നമ്മുടെ കോടതികളിൽ വർഷങ്ങളായിട്ട് ലക്ഷക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. പക്ഷെ ഇദ്ദേഹം, ഞാൻ പറയുന്നു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും മഹത്തായ കർമ്മ വഴി അത് തന്നെയാണെന്ന് വിഖ്യാത എഴുത്തുകാരനായ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് പറഞ്ഞിട്ടുണ്ട്. ഈ നിയമം ഉരുവം കൊള്ളേണ്ടത് ജനഹൃദയങ്ങളിലാണെന്ന്. ഈ മനുഷ്യൻ കോടതിയിൽ കെട്ടിക്കിടന്ന കേസുകൾക്ക് പുറത്ത് ഇരു കക്ഷികളെ വിളിച്ച് സന്ധി സംഭാഷണങ്ങളിലൂടെ 10,000-കണക്കിന് വ്യവഹാരങ്ങൾക്ക് ഒത്തുതീർപ്പുണ്ടാക്കി. അതുകൊണ്ട് തന്നെയാണ് ലക്ഷദ്വീപിന്റെ അന്നത്തെ തലമുറ ഈ മനുഷ്യനെ ഒരു ദൈവത്തിന്റെ പ്രതിരൂപമായിട്ട് കണ്ടത്. മറ്റൊന്ന് ദാർശനികത. ഇതാ ഈ വരികൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ത്വരിതഗതിയിലുള്ള ആധുനിക വികസനം കാരണം മിനിക്കോയിലെ അച്ചടക്കമുള്ള സമാനതകളില്ലാത്ത ജീവിത രീതി ഇന്ന് വളരെ അയഞ്ഞു പോയിരിക്കുന്നു. വളരെ വേഗത്തിൽ മിനിക്കോയ്ക്ക് അതിന്റെ ആത്മാവും രാജ്യത്തിനേറെ അഭിമാനിക്കുന്ന ഒരു ഗ്രാമീണ ജീവിത മാതൃകയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അനർത്ഥമാക്കുന്ന റിപ്പോർട്ടുകളാണ് സമീപകാലത്ത് വന്നത്. അതായത് ഗ്രാമങ്ങൾ മുഴുവൻ നഗരങ്ങളായി മാറിയതിന് നാം ഇന്ന് അനുഭവിക്കുന്നത്. മറ്റൊന്ന്, സർഗാത്മകമായ അതിന്റെ രണ്ടാം ഘട്ടത്തില് ഈ പുസ്തകം, നിങ്ങൾ ഈ മലയാള പുസ്തകം വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കടലിന്റെ ആഴങ്ങളിലൂടെ ഇങ്ങനെ ഓടവള്ളങ്ങളിലൂടെ, സ്വാഗത ഭാഷകനായ അദ്ദേഹത്തിന്റെ മകൻ ഭാര്യയ്ക്ക് പിറക്കുന്ന കുഞ്ഞിനെ അറിയാൻ വേണ്ടി ചെയ്ത യാത്ര ഉൾപ്പെടെ കടലിന്റെ ചുഴികളെയും ഗതിവിലയങ്ങളെയും ഒക്കെ കടന്നുകൊണ്ട് കടലിന്റെ ആഴങ്ങളിലേക്ക് ഓടങ്ങളിൽ പോകുന്ന കുറേയേറെ കാഴ്ചകൾ ഇതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് വിശ്വസാഹിത്യത്തില് ദൈവത്തിന്റെ സ്വന്തം ചാരൻ എന്ന് ആർച്ചിനാൾഡ് മക്ലിഷ് വിശേഷിപ്പിച്ച ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ കിഴവനും കടലും വായിക്കുന്ന അനുഭവം നമുക്ക് ആ ദ്വീപ സമൂഹങ്ങളിലെ കടലാഴങ്ങളിലൂടെയുള്ള യാത്ര. കിഴവനും കടലും, ഞാനതിന്റെ ചരിത്രം പറയുകയല്ല, കോരിച്ചൊരിയുന്ന പേമാരി, വൃദ്ധനായ മുക്കുവൻ ഒരു ചെറിയ മീനെങ്കിലും കിട്ടിയെങ്കിൽ തന്റെ പശി അടക്കാവെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പേമാരി ആർത്തു പെയ്യുകയാണ്. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ഒരു ചാളത്തടിയിൽ ഈ വൃദ്ധനായ മുക്കുവൻ കടലിന്റെ പ്രക്ഷുബ്ധകളിലേക്ക് ഇറങ്ങുന്നു. കടലിന്റെ ഗതിവിലയങ്ങളെ, പ്രക്ഷുബ്ധങ്ങളെ, ഭീകരാരവങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് ഒരു വലിയ മീനിനെ ഈ വൃദ്ധനായ മുക്കുവൻ തന്റെ ചൂണ്ടയിൽ കൊരുക്കുന്നു. തിരിച്ച് കരയിലേക്ക് ഇങ്ങനെ വരികയാണ്. കരയിലേക്ക് വരുമ്പോൾ ഭീമാകാരങ്ങളായ മത്സ്യങ്ങൾ വന്ന് ഈ ചൂണ്ടയിൽ കൊരുത്ത മനുഷ്യന്റെ മീനിനെ കടിച്ചു കീറുകയാണ്.
പ്രിയപ്പെട്ടവരെ, കരയിലെത്തിയപ്പോൾ ഈ വൃദ്ധനായ മുക്കുവന്റെ ചൂണ്ടയിൽ ഒരു മീനിന്റെ അസ്ഥികൂടം മാത്രമാണ് അവശേഷിച്ചത്. അന്ന് രാത്രി കുടിലിലേക്ക് ഉറങ്ങാൻ പോയ വൃദ്ധനായ മുക്കുവൻ സ്വപ്നം കാണുന്നത് മനുഷ്യരാശിക്ക് ഒരിക്കലും കടന്നു ചെല്ലാൻ കഴിയാത്ത ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ സിംഹങ്ങളെ വേട്ടയാടുന്നതായിട്ടാണ്. അത്തരം അനിതര സാധാരണമായ ഇച്ഛാശക്തി കൊണ്ട് ആ കടലാഴങ്ങളെ കീഴടക്കുന്നവരുടെ ജീവിതത്തെ ഈ മനുഷ്യൻ കോറിയിട്ടപ്പോൾ അത് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ കിഴവനും കടലുമായി സമരസപ്പെടുത്താൻ തോന്നുന്നു. മറ്റൊന്ന് ടീച്ചർ പറഞ്ഞ ഇങ്ങോട്ട് കുട്ടികൾ വരുന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ ടീച്ചറായിരുന്നു. അതായത് ആയിരക്കണക്കിന് അധ്യാപകരാണ് അന്ന് ലക്ഷദ്വീപിലേക്ക് വലിയ വേതനം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിത നൈരാശ്യത്തിൽ നിന്നും കടന്നുപോയത്. ആ അധ്യാപക വൃന്ദത്തിന്റെ ജീവിത കഥ കൂടി ഇതിൽ നിഗൂഹനം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഞാൻ അവസാനത്തിലേക്ക് കടക്കുകയാണ്. ഒന്ന്, പരിസ്ഥിതിയുടെ ഒരു രാഷ്ട്രീയം അദ്ദേഹം ഈ പുസ്തകത്തിൽ കോറിയിട്ടിട്ടുണ്ട്. ആ രാഷ്ട്രീയം ഇതാ ഇങ്ങനെയാണ്: ഓഫീസ് കെട്ടിടങ്ങളും വീടുകളും കൊണ്ട് ദ്വീപുകൾ നിറഞ്ഞതിനാൽ പരിസ്ഥിതിയെ ബാധിക്കുകയും ദ്വീപുകളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുകയും ചെയ്തു. ജീവനുള്ള പവിഴമാണ് ഈ ദ്വീപുകളുടെ ആത്മാവും പ്രാണനും. ശുദ്ധമായ ജലത്തിൽ മാത്രമേ പവിഴം വളരുകയുള്ളൂ. അപ്പോൾ ഈ പുസ്തകം പരിസ്ഥിതി രാഷ്ട്രീയത്തിന്റെ ഹരിത ദർശനത്തിന്റെ ഒരടരും കൂടിയാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ടും കാണും. അദ്ദേഹം എഴുതിയിട്ടുണ്ട് അവസാനം, ലക്ഷദ്വീപിന്റെ ചരിത്രം എഴുതുമ്പോൾ അതിൽ എൻ്റെ പേരുമുണ്ടാകും. പ്രിയപ്പെട്ട ജോർജ് വർഗീസ് സാർ, ആധുനിക ലക്ഷദ്വീപിന്റെ സ്രഷ്ടാവ് എന്നാണ് ചരിത്രം അങ്ങയെ വിശേഷിപ്പിക്കുന്നത്. ഇത് ലക്ഷദ്വീപിന്റെ വേദപുസ്തകമാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ മകനായ ഡോക്ടറോട് പറയുവാനുള്ളത്, ഇത് ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമാകുവാൻ അതിനുള്ളൊരു ആർജവം. കാരണം ഈ പുസ്തകം വായിച്ചു വേണം അവരവരുടെ ജീവിതം എന്തായിരുന്നുവെന്ന്, അവരുടെ ചരിത്രം എന്തായിരുന്നുവെന്ന്, അവരുടെ ദേശം പൂർവ്വകാലത്ത് എങ്ങനെയായിരുന്നുവെന്ന്, അവിടെ എങ്ങനെയാണ് പമ്പയാറിന്റെ തീരത്തുനിന്ന് ഇതിന്റെ കോർഡിനേറ്റർ ആയിട്ട് വന്ന ഒരു മനുഷ്യൻ അവരുടെ ജീവിതത്തെ, അവരുടെ ദേശത്തെ എങ്ങനെയാണ് മാറ്റി തീർത്തതെന്ന് ആ തലമുറ പഠിക്കണം. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ജനത പാരമ്പര്യത്തിന്റെ പിൻവിളികളെ വിട്ട് ആധുനികതയെ പുൽകുന്ന രൂപാന്തരകരണം ആവേശമായിരുന്നു. ആ മാറ്റത്തിന്റെ ഭാഗമാകുന്നത് ചരിത്രപരമായ ഒരു അവസരമായിരുന്നു. പരിസ്ഥിതിയിൽ വന്ന മാറ്റങ്ങൾ അക്ഷരാഭ്യാസം ഇല്ലാത്തിടത്തുനിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള മാറ്റങ്ങൾ, മത്സ്യബന്ധനത്തിലെ സാങ്കേതിക പുരോഗതിയിലുണ്ടായ ശുഭാപ്തി വിശ്വാസം, ഇതിനെല്ലാം കാരണം ഈ മനുഷ്യന്റെ ഉറച്ച സംഘാടനമാണ്. അതിലുപരി ഒരേ സമയം സൂര്യൻ ഉദിക്കുന്നതും ഒരേ സമയം ചന്ദ്രൻ ഉസ്തമിക്കുന്നതുമായ ഒരു കാഴ്ച ലക്ഷദ്വീപിലെ ഹൃദയകാരിയായ ലാവണ്യ കാമനകൾ കൂടി ഈ പുസ്തകം ഉയർത്തുന്നുണ്ട്. അവസാനമായ ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. വിഖ്യാതമായ തിമിംഗലവേട്ടയുടെ കഥ പറയുന്ന മോബിഡിക് എന്ന് പറഞ്ഞ നോവലിലെ നായകനായ അഹാബ് മനസ്സ് അശാന്തമാകുമ്പോൾ കടലിൽ പോയി മുങ്ങിക്കുളിക്കും. അതോടെ അയാളുടെ അശാന്തികളും ആകുലതകളെല്ലാം പെയ്തൊഴിയും. പ്രിയപ്പെട്ട ജോർജ് വർഗീസ്, അങ്ങയുടെ ഈ പുസ്തകം ഒരു കടലാണ്. ഈ കാലത്തിന്റെ ഞങ്ങളുടെ എല്ലാം അശാന്തികളെ സ്നാനപ്പെടുത്തുന്ന കടൽ. ഇനി ഈ അച്ഛനെയും മകനെയും കുറിച്ച് ഒരു വാക്കുകൂടി. ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ അക്ഷരങ്ങൾ കൊണ്ട് ഭ്രാന്തമായ തീർത്ഥാടനം നടത്തിയ നിക്കോസ് കസാന്താക്കിസിന്റെ ഒരു കഥയിൽ മകൻ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ, നമ്മുടെ മുന്തിരി വള്ളികളെല്ലാം പട്ടുപോയല്ലോ എന്ന്. അപ്പൊ ആ അച്ഛൻ പറയുന്നുണ്ട്, മകനെ, നാം വേരറ്റു പോയില്ലല്ലോ എന്ന്. വേരറ്റു പോകാത്ത ഒരു സംസ്കൃതിയെ അടയാളപ്പെടുത്തുന്ന ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയ മകനും, ഇങ്ങനെ ഒരു മകനെ കിട്ടിയ അച്ഛനും, ഈ അച്ഛനെയും മകനെയും കിട്ടിയ നമുക്കും കാലത്തിന്റെ ഉദാരതയോട് നന്ദി പറയാം. ഹൃദയാഭിവാദ്യങ്ങൾ. ഇതിനുള്ളിൽ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചു. പ്രത്യേകമായിട്ടുള്ളത് അവിടെ ലക്ഷദ്വീപിലെ
വികസനത്തെ പറ്റിയുള്ളതാണ്. അത് എന്നെ അവിടെ നിയമിച്ചത് തന്നെ അവിടുത്തെ വികസനത്തിന്. അതായത് ആദ്യത്തെ കാഴ്ചകളിൽ അന്ന് കഴിക്കാനുള്ള മീൻ പോലും അവിടെ കിട്ടാത്തൊരു സമയമായിരുന്നു. അതുകൊണ്ട് ആ ലഗൂണിൽ ചൂണ്ടിട്ട് പിടിക്കുക, അതിനകത്തെ കോറൽ ലീഫ് ചൂണ്ടിൽ ഒക്ടോപ്പസ് ലോബ്സ്റ്റർ പോലെ അവ കുത്തിയെടുക്കുക, ഇതൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 3 കൊല്ലം ഡെപ്യൂട്ടേഷനിൽ പോയിട്ട് ആൾ പല രീതിയിലുള്ള 32 കൊല്ലം കഴിഞ്ഞിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. എൻ്റെ സഹധർമ്മിണി അവിടെ ജോലി ചെയ്യുമ്പോൾ ലക്ഷദ്വീപിലെ സ്കൂളിൽ, അത് അന്ന് കേരള സിലബസിലായിരുന്നു. അവിടെ സ്റ്റേറ്റ് ഫസ്റ്റ് റാങ്ക് ഉണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിച്ചുകൊണ്ടാണ്